ഇന്ന് നമുക്കൊരു പലഹാരം തന്നെയാണ്. അതൊരു വെറൈറ്റി പലഹാരമാണ്. ഇത് നമുക്ക് എണ്ണയിൽ പൊരിക്കും ചെയ്യുക, ചുട്ടെടുക്കും ചെയ്യുക. രണ്ട് തരത്തിൽ കാണിക്കേണ്ട ഒരു പാൽപൂരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് പാല്, കുറച്ച് കരിഞ്ചീരകം, ഇനി എള്ളുണ്ടെങ്കിൽ അത് ഇട്ടാലും മതി, ഏതെങ്കിലും ഒന്ന് ഇട്ടാൽ മതി. ഒരു 2 ടീസ്പൂണ് പഞ്ചസാര, ഒരു നുള്ളു ഉപ്പ്, ഇതും കൂടിയിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കുക. പിന്നെ വേണ്ടത് ഒരു 1.5 ഗ്ലാസ് അരിപ്പൊടിനെ എടുക്കണം കേട്ടോ. അതെടുത്തിട്ട് നമുക്ക് ഈ പാല് തിളച്ചാൽ, നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. പെട്ടെന്ന് ഒഴിക്കണം. എന്നിട്ട് നമുക്കിതിങ്ങനെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഫുള്ള് പാലെടുക്കാനില്ലെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് തിളപ്പിച്ചാലും മതി. ഫുള്ള് പാലാണ് നല്ലത്. ഇനി നമുക്കതിങ്ങനെ പത്തിരിക്ക് പൊടി കുഴക്കും പോലെ ഒന്ന് കുഴച്ച് കൊടുക്കുക. ഇതേപോലെ നല്ലോണം കുഴച്ചിട്ട് നമുക്കത് ഉരുളാക്കിയിട്ട് എടുക്കാം. കുറച്ച് വലിപ്പമുള്ള ഉരുളാക്കി എടുക്കണം. പത്തിരിനെക്കാട്ടി കുറച്ചും കൂടി വലിപ്പമുള്ളൊരു ഉരുളാക്കിയിട്ട് നമുക്ക് എല്ലാതും ഇതേപോലെ ഉരുളാക്കി എടുക്കുക. അപ്പം ഇതുപോലെ ആരും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഒരു ഭൂരിയാണിത്. അപ്പം ഇത് 2 വിധത്തിൽ നമ്മളിത് ചെയ്യുന്നുണ്ട്. അപ്പം എണ്ണയൊക്കെ വേണ്ടാത്തവർക്കും എണ്ണ പറ്റാത്തവർക്കും നമുക്കിത് ചുട്ടെടുക്കുക. അതും കൂടി രണ്ടും കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ പരത്തിയിട്ട് ഒരു പാത്രം വെച്ചിട്ട് നമുക്കൊന്ന് മുറിച്ച് കൊടുക്കുക. ഒന്ന് അമർത്തി കൊടുത്താൽ അതിൻ്റെ ഷേപ്പായിട്ട് കിട്ടും. നമുക്ക് പരത്തുമ്പോൾ ഷേപ്പ് ഉണ്ടാവില്ല. അപ്പോൾ ഇതേപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്താൽ നല്ലൊരു ഷേപ്പായി കിട്ടും. അപ്പോൾ ഈ പൊരിക്കണ പൂരി ഒന്ന് കനം വേണം കേട്ടോ, എന്നാലാണ് നല്ലോണം പൊള്ളച്ച് വരുള്ളൂ. കനമില്ലെങ്കിൽ പൊള്ളക്കില്ല. നമ്മൾ പൂരിയൊക്കെ ഉണ്ടാക്കണം അതേ രീതിയിൽ ഒന്ന് കനത്തിലെടുക്കുക. നമുക്കൊരു എണ്ണ നല്ല ചൂടായാൽ അതിൽ ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് ഇത് പൊന്തി വരും. ഇതേപോലെ പൊന്തിയിട്ട് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ ഒന്ന് മറിച്ചിടുക. അപ്പം അപ്പുറവും ആവും. ഇതേപോലെ നമുക്ക് എല്ലാ പൂരിയും നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പം ഇനി എണ്ണ പറ്റാത്തവർക്ക് നമുക്ക് ചുട്ടെടുക്കാം. അപ്പം എങ്ങനെയാണെങ്കിലും ഇത് നമുക്ക് കറിയൊന്നും ഇല്ലാതെ തന്നെ ഇത് കഴിക്കാം. ഇനി കറിയോടക്കനെ കഴിച്ചാലും കുഴപ്പമില്ല. ഇനി മധുരം കൂടുതൽ വേണ്ടവർക്ക് 1 ടീസ്പൂൺ കൂടി കൂടുതൽ ഇടാം. ഇങ്ങനെ ആകുമ്പോൾ ഈ 1.5 ഗ്ലാസ്സിലേക്ക് ചെറിയ മധുരം ഉണ്ടാവുള്ളൂ. നമുക്ക് ഇതേപോലെ ചുട്ടെടുക്കുക. ഇത് നന്നായി പൊള്ളച്ച് വരും. ഇതേപോലെ പൂരിയുടെ അതേപോലെ തന്നെ ഇതും പൊള്ളച്ച് വരും. അപ്പോൾ ഏതാ വേണ്ടത് വെച്ചെങ്കിൽ ഏതായാലും ഉണ്ടാക്കാം. അപ്പോൾ താല്പര്യമുള്ളവർ എണ്ണയിൽ പൊരിക്കച്ചാൽ അങ്ങനെ ഇതേപോലെ ചുട്ടെടുക്കച്ചാൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇത് കഴിക്കാം. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ അത് നല്ല രസത്തിലുള്ളൊരു പലഹാരമാണിത്, പാൽപൂരി. അപ്പോൾ ഇതുവരെ ആരും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നമ്മുടെ പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്, ചുട്ടത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക.